മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും കേസിൽപ്പെട്ടാൽ പുറത്താക്കാനുള്ള പുതിയ ബില്ല് അവതരിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം സഭ 12 മണി വരെ നിർത്തിവെച്ചു. उत्तर सभापति सभा पटल पर रख दिया गया. श्री अनूप धोत्रे yes. Thank you, Speaker, sir. Sir, I would like to ask how effective are current disaster management strategies in ensuring timely communication? माननीय सदस्यगण, मैं पुनः आपसे आग्रह कर रहा हूं, तख्तियों में डंडी लगाकर आना ये सदन के लिए उचित नहीं है. आप प्रश्नकाल के अंदर रोज नारेबाजी करते हैं, सदन में तख्तियां लेकर डंडा लेकर आते हैं, ये सदन के लिए उचित नहीं है. आप राजनीतिक दल के सदस्य हैं, आप सदन चलाने में सहयोग करें, प्रश्नकाल चलाने में सहयोग करें. सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाती है. സുമോദ് വിവരങ്ങളുമായി ചേരുന്നു. സുമോദ്, എന്താണ് സഭ തുടങ്ങിയപ്പോൾ ഉണ്ടായത്? സുമോദ് കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ 11 മണിക്ക് സഭ ചേർന്ന് 11 മണിക്ക് സഭ ചേർന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ പിരിയുകയായിരുന്നു. കാര്യം പ്രധാനപ്പെട്ട ബില്ലുകൾ ഇന്ന് വരാറുണ്ട്. ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് വരാറുണ്ട്. അതേപോലെ തന്നെ കാശ്മീർ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ബില്ല് വരാറുണ്ട്. ഗാംബ്ലിംഗ് നിരോധിക്കുന്ന പ്രധാനപ്പെട്ട ബില്ലുകൾ വരാറുണ്ട്. കാര്യം ഇതിൽ ഇപ്പോൾ BJP സർക്കാർ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് ഈ ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം ഇത് JPCക്ക് വിടുക, അതിനുശേഷം സഭ പിരിയുക എന്നുള്ളത് തന്നെയാണ്. കാര്യം നാളെയാണ് സഭ പിരിയാനിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഉണ്ടാകാതിരുന്ന തരത്തിലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ബില്ല് ഇതിന്റെ ഈ സഭ പിരിയുന്നതിന്റെ തലേ ദിവസം അവതരിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് BJP സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സർക്കാരിന്റെ ഈ ഒരു നീക്കം മനസ്സിലായതോടുകൂടിയാണ് പ്രതിപക്ഷം സർവ്വശക്തിയും ഉപയോഗിച്ച് എതിർക്കുന്നത്. സാധാരണ പ്രതിപക്ഷത്തിന്റെ ഒരു സമരങ്ങൾ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ ആദ്യം SIR-നെതിരെ സമരം ചെയ്യും, പിന്നീട് പാർലമെന്റിന് ഉള്ളിൽ വന്ന് സഭാ നടപടികൾ ആരംഭിച്ചതിന് ശേഷമായിരിക്കും സമരം ചെയ്യാൻ, പ്രതിഷേധം ഉയർത്താൻ അവർ തയ്യാറെടുത്തിരുന്നത്. പക്ഷെ ഇന്ന് ആ തരത്തിലുള്ള ഒരു പ്രതിഷേധമല്ല കണ്ടത്. പ്രതിപക്ഷം സീറ്റിൽ പോലും ഇരിക്കാതെ തുടക്കത്തിൽ തന്നെ അവർ നേരെ നടുത്തളത്തിലേക്ക് ഇറങ്ങിയായിരുന്നു. സഭ ഒരു കാരണവശാലും നടത്തിക്കാൻ അനുവദിക്കില്ല, മാത്രമല്ല ഈ തരത്തിലുള്ള ഒരു ബില്ല് അവതരണത്തിന് പോലും തങ്ങൾ അനുവദിക്കുന്നില്ല എന്ന ശക്തമായ നിലപാട് തന്നെയായിരുന്നു പ്രതിപക്ഷം എടുത്തത്. അതുകൊണ്ട് പലപ്പോഴും ഈ മന്ത്രിമാർക്ക് ഇത് അവതരിപ്പിക്കാനോ ഇത് വായിക്കാനോ ഉള്ള ഒരു സാവകാശമോ സമയമോ പോലും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് മിനിറ്റുകൾക്കുള്ളിൽ സഭ പിരിയുന്നതായി, ലോക്സഭ പിരിയുന്നതായി അറിയിപ്പുണ്ടായത്. ഇത് 12 മണിക്ക് സഭ വീണ്ടും ചേരും. ഈ 12 മണിക്കും പ്രതിപക്ഷം ബഹളം വെച്ച് നടുത്തളത്തിലിറങ്ങി സഭ സ്തംഭിപ്പിക്കണം എന്ന് തന്നെയാണ് പ്രതിപക്ഷം പ്ലാൻ ചെയ്യുന്നത്. ശരി, എന്തായാലും സഭ 12 മണി വരെ നിർത്തിവെച്ചിരിക്കുന്നു. സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷ പ്രതിഷേധമാണ് സഭ ദർശിച്ചത്.